വെറും 2 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ 5 ബ്രെഡ് റെസിപ്പീസ് കണ്ടാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ആ തൈരിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്നു പോയിട്ട് നല്ല കട്ട തൈര് കിട്ടാൻ വേണ്ടിയാണ്. അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അത് തൈരുന്ന് വെള്ളമൊക്കെ നല്ലതുപോലെ ഊർന്നു പോയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തലേദിവസം ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ആവശ്യത്തിന് ഒട്ടും വെള്ളമില്ലാത്ത തൈരായിട്ട് എടുക്കാം. അത് നമുക്കെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒറിഗാനോ സീസണിങ് ഇടാൻ ഇഷ്ടമാണെങ്കിൽ 1 നുള്ള ചേർത്ത് കൊടുക്കാം. 1 നുള്ള കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ടൊമാറ്റോ സോസിന് എരിവുള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാഞ്ഞത്. ഇനി ഈ കൂട്ട് മൊത്തമായിട്ടെടുത്ത് 1 സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് അടുത്ത സ്ലൈസ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് 2ആയിട്ടങ്ങ് മുറിച്ച് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. പെട്ടെന്ന് കഴിഞ്ഞില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. മയോണൈസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, തൈര് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇത് നമ്മളിത് ബാക്കി വെച്ച ബ്രെഡിൻ്റെ അരികില്ലേ, അത് ഇതുപോലെ അങ്ങ് ചുരുട്ടി എടുക്കാം. അതെല്ലാം നല്ല ചുരുട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ കുത്തി വെച്ച് കൊടുക്കാം. ഈർക്കിലുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് ചുരുട്ടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നുകിൽ ആവി കയറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിലൊരു 30 സെക്കൻഡൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ചെടുക്കാം. അതുപോലെ 2 സ്ലൈസിൻ്റെയും വെച്ച് കൊടുക്കാം. ഇനിയിപ്പം ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, അരികു മാത്രം വെച്ച് ചെയ്യണമെന്നില്ല. ഒരു ബ്രെഡ് എടുത്ത് 4 കഷ്ണമായിട്ട് മുറിച്ച് ഇതുപോലെ സ്ക്യൂറിൽ കുത്തി എടുക്കുകയും ചെയ്യാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അടുപ്പത്ത് വെച്ചിട്ട്. അപ്പുറം ഇപ്പുറം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, അത് മതി. നമുക്കിതങ്ങ് എടുത്ത് മാറ്റി ഇതിലേക്ക് തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര അങ്ങ് വെതറിയിട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്ത് കാരമലൈസ് ചെയ്തൊന്ന് വരട്ടെ. അത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി ചെറിയ ഒരു ബ്രൗൺ കളറിലേക്കൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കും എടുത്ത് ഇതിലേക്ക് ഇട്ടൊന്ന് തിരിച്ച് മറിച്ച് ഒന്ന് എടുത്താൽ മതി. ഒരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്തങ്ങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിലും വലിയ ആളാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തത് കയ്യിൽ എവിടെയെങ്കിലും ഒരു തുള്ളി വീണാൽ നന്നായിട്ട് പൊള്ളും. കാരണം പഞ്ചസാര മെൽറ്റായതാണ്, അതവിടെ പറ്റിയിരിക്കും, നല്ല പണി കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ടുള്ള ഒരു കോല് മുട്ടായും റെഡിയായി. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യം പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒരു ഏലക്ക മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ എന്നാലും ഏലക്കായുടെ ഫ്ലേവർ ഇല്ലാത്തതാണ് എനിക്കിഷ്ടം. അപ്പോൾ ബ്രെഡിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവും. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞിങ്ങ് വരും തേങ്ങയുടെ ആ ഒരു പാലിൽ. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ലഡുവാണ്. സിമ്പിളല്ല. ഇതിൽ വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് ക്രഷ് ചെയ്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം, മുന്തിരി ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചേർക്കാം. നമുക്ക് അടുത്ത ബ്രെഡ് റെസിപ്പിക്ക് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂണൊക്കെ ഒറിഗാനോ സീസണിങ്ങും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പും 1 നുള്ള പഞ്ചസാരയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ചീസിൻ്റെ സ്ലൈസിന് ഇച്ചിരി വീതി കൂടുതലുണ്ട്, അത് കഷ്ണം എടുത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡ് വെച്ച് ഇനി അതിൻ്റെ മുകളിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ മിക്സിൻ്റെ പകുതി ഭാഗം മുകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം. ഇനി ബട്ടർ തേച്ച ഭാഗം ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെച്ച് മറ്റേ സൈഡിലും ബാക്കിയുള്ള ബട്ടർ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇനി അത് തിരിച്ചും മറിച്ചു വിട്ട് നല്ല മുരിച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്കാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റും റെഡിയായി. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ ഒരു സ്വീറ്റ് വേർഷനാണ്. 1.5 ടേബിൾ സ്പൂണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പൊടിക്കുപ്പ് ഇവിടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ബ്രെഡ് സ്ലൈസ് വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. വേറൊരു ബ്രെഡ് സ്ലൈസ് കൊണ്ട് അടച്ച് വെച്ച് ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ മിക്സ് മുകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ പാനിലേക്ക് ബട്ടർ തേച്ച് ഭാഗം അടിയിലാക്കി വെച്ച്
മുകളിൽ നമ്മൾ ബാക്കിയുള്ള ബട്ടർ കൂടെ തേച്ച് കൊടുക്കാം. ഇനി ആ സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് സ്നാക്കാണ് കേട്ടോ. മധുരപ്രിയർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കാരണം ആ ഒരു ചീസും ബട്ടറും സ്വീറ്റും കൂടെ വരുമ്പോൾ അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഇതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ 5 ബ്രെഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് എടുക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സാൻഡ്വിച്ച് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മയോണൈസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഈ സവാളയുടെ ആ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, അതിഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. ഇനി നമുക്ക് നമ്മുടെ കോലുമുട്ടായി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു മുട്ടായിയുടെ ടേസ്റ്റാണ്. വേറെ അങ്ങനെ ഒരു സ്നാക്കായിട്ടൊന്നും കഴിക്കാനില്ല. ഒരു മുട്ടായിയൊക്കെ കഴിക്കാനൊക്കെ തോന്നുമ്പോൾ, ഒരു മധുരമൊക്കെ പെട്ടെന്ന് കഴിക്കണം തോന്നുമ്പോൾ കഴിക്കാൻ പറ്റും. നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തതും ബ്രെഡും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് അങ്ങ് തിക്കായിട്ട് കോട്ട് ചെയ്യേണ്ട, ഒരു തിൻ കോട്ടിങ് മതി. ഒരുപാട് തിക്കാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉറപ്പായി പോകും. ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു ലെയറില്ലേ, അത് തിന്നായിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുത്താൽ അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ലഡു കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വായിലിട്ടാൽ തന്നെ എന്നിട്ട് അരിഞ്ഞു പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് പഞ്ചസാര കടിക്കുന്നുണ്ട്. പഞ്ചസാര കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിക്കോളും. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എടുക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. ആ ഒരു ചീസും പഞ്ചസാരയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്തായാലും ഉണ്ടാക്കി നോക്കണേ. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന്. ഇനി അടുത്തത് സ്പൈസി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. കഴിക്കട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതല്ലേ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ 5 ബ്രെഡ് റെസിപ്പിയും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതിലേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.